ഇന്നത്തെ വീഡിയോ ഹെൽത്തി പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ABC പുഡിംഗ് ആണ്. ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റൊക്കെ വെച്ച് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് അല്പം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുതിർത്ത് വെച്ച ഒരു ചൈന ഗ്രാസും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് ഒന്ന് പകുതി ആവുന്നത് വരെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം തന്നെ ആ ഒരു വെള്ളം കുറച്ച് തിക്കാവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചൂടോട് കൂടി തന്നെ 2 പാത്രങ്ങളിൽ ആക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫസ്റ്റത്തേതിൽ ഞാൻ ബീട്രൂട്ട് ജ്യൂസാണ് ചേർക്കുന്നത്. ഒരു 1/4 കഷ്ണം ബീട്രൂട്ട് അല്പം വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് അരിപ്പ വെച്ച് അരിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ആ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ജ്യൂസാണ് കേട്ടോ. ഇതും 1 കഷ്ണം ക്യാരറ്റ് അരച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇത് സെറ്റാവാൻ വേണ്ടി ഫ്രീസറിലേക്ക് ഒരു ചൂട് പോയതിന് ശേഷം വേണം അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. അപ്പം തന്നെ നല്ല ജെല്ലി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം സെറ്റാവാൻ വേണ്ടി മാറ്റി വെക്കാൻ കേട്ടോ. അപ്പോൾ തണുത്തതിന് ശേഷം മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അല്പം ബീട്രൂട്ട്, ആ ഒരു ബീട്രൂട്ടിൻ്റെ പകുതി കഷ്ണമാണ് പിന്നെ എടുത്തത് കേട്ടോ. പിന്നെ ഒരു ആപ്പിള്, പിന്നെ ക്യാരറ്റ്, ഇതെല്ലാം കൂടി അല്പം പാലും കൂടി ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ അരിപ്പ വെച്ചൊന്നും അരിച്ച് മാറ്റുന്നില്ല കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാലും 1/4 കപ്പ് കോൺഫ്ലവറും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് പാല് നമ്മൾ നേരത്തെ കോൺഫ്ലവർ ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് 1/2 കപ്പ് മതി കേട്ടോ. പിന്നെ മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുത്തത്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഒരു ABC ജ്യൂസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ സ്മെല്ലിനായിട്ട് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇപ്പോൾ മധുരത്തിനായിട്ട് ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. അതിപ്പോൾ 1/4 കപ്പോ 1/2 കപ്പോ മധുരത്തിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു കോൺഫ്ലവർ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. കോൺഫ്ലവർ ചേർക്കുമ്പോൾ തന്നെ ഇത് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 മിനിറ്റോളം കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഇതൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പുഡിംഗ് ട്രേയിലേക്ക് ബ്രെഡ് സ്ലൈസ് അരികെ കളഞ്ഞതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. കട്ട് ചെയ്ത് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ ബ്രെഡ് സ്ലൈസ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇപ്പോൾ നമ്മൾ തിളപ്പിച്ച് വെച്ച ആ ഒരു ഇത് കൂടി ഇതിലേക്ക് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ജെല്ലി ഒരു സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഇരിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പം പെട്ടെന്ന് എടുത്തുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത്. കുറച്ചുകൂടി സെറ്റ് ആവാനുണ്ട്. അപ്പോൾ ABC പുഡിംഗ് ഉണ്ടല്ലോ, അതും കുറച്ചു നേരം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികിലേക്ക് ആപ്പിൾ സ്ലൈസ് ഉണ്ടല്ലോ, അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ബീട്രൂട്ട് ജെല്ലിയും പിന്നെ ക്യാരറ്റ് ജെല്ലിയും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നവർക്കും പുഡിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.